ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സീം അലവൻസ് ഉണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് സീം അലവൻസ് പുറത്തേക്ക് കാണുന്നു, അല്ലെങ്കിൽ വല്ലാതെ നൂലൊക്കെ പൊങ്ങി വരുന്ന, കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് പൊങ്ങി വരുന്ന തുണിയാണെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്താൻ. പിന്നെ ഓവർലോക്കൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് 2-3 ടൈപ്പിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഓരോ രീതികളാണ്. ഓരോ ടൈപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പീസ് തുണി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് രണ്ടാക്കിയിട്ട് കട്ട് ചെയ്യാണ്. അപ്പോൾ ഈ 2 പീസുകൾ ഞാൻ അറ്റാച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ 2 പീസുകൾ തമ്മിൽ നല്ല വശവും വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു അര ഇഞ്ച് ബാക്കോട്ടാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അര ഇഞ്ചിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരെ ഇനിയിപ്പോൾ ഈ സീം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കേണ്ടത്. ഇനി നമുക്കത് ഇങ്ങനെ നിവർത്തിയിടാം. ഓക്കെ, ഇങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം ഈ 2 വശങ്ങളും ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഒന്ന് റെഡിയാക്കി വിടാം, നിവർത്തി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുണ്ട് സംഭവം, 2 എണ്ണം. ഇനി നമുക്കിത് ഒരു വശത്തുനിന്ന് ഒന്ന് മടക്കിയിട്ട് വശത്തെ മടക്കി സ്റ്റിച്ച് ചെയ്തു കണ്ടോ. ഇനി അടുത്ത വശം അതുപോലെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. കണ്ടോ, നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ടോ. 2 വശവും നല്ല നീറ്റായിട്ട്. അപ്പോൾ ഈ വശവും അങ്ങനെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, ഇപ്പുറത്തെ വശവും നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്ത് മാത്രം സ്റ്റിച്ച് വരുന്ന വേറൊരു ടൈപ്പിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇനി അത് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, ഒന്നിങ്ങനെ വെക്കാം, ഒരു തുണി ഇങ്ങനെ വെക്കാം. അതിൻ്റെ മുകളിലേക്ക് ഒരു 1/2 ഇഞ്ച് അല്ല ഒരു 1/4 ഇഞ്ചിൽ ബാക്കോട്ടേക്ക് തള്ളിയിട്ട് ഇടവും ഒരു തുണി ബാക്കോട്ടേക്ക് തള്ളി ഒന്ന് ഇങ്ങനെ മുന്നിലേക്ക് ഉണ്ടാവും. അങ്ങനെ എന്നിട്ടൊരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച്. അപ്പോൾ കണ്ടോ, ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഈ ഒരു ഭാഗം ഇങ്ങനെയുണ്ട്, ഈ ഒരു ഭാഗം കുറച്ച് പിന്നോട്ട്. ഓക്കെ, ഇനി നമുക്കിത് നേരത്തെ ചെയ്തപ്പോൾ തന്നെ നേരെ വെക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം ഒരു ഭാഗത്ത് അധികമാണല്ലോ, ആ ഭാഗം ഈ ചെറിയ ഭാഗത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മടക്കിയിട്ട് നേരെ ഓപ്പോസിറ്റ് ചെറിയ ഭാഗത്തേക്ക് ഒരു മടക്ക് ഇങ്ങനെ മടക്കാം. ഇങ്ങനെയാണ് സംഭവിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു മടക്ക് അതിൻ്റെ മുകളിലേക്ക് മടക്കിയിട്ട് നേരെ ഓപ്പോസിറ്റ് മടക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു വശത്ത് മാത്രം സ്റ്റിച്ച് വരും. അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും. അപ്പോൾ വലിയൊരു പീസൊക്കെ ആണെങ്കിൽ
നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം പാവാടയുടെ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല നീറ്റിൽ തന്നെ നമുക്ക് പിന്നെ സീം എലവൻസ് കാണുകയില്ല. അത്രയ്ക്ക് നീറ്റിൽ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റും. ഈ രണ്ട് രീതികളും നല്ല നല്ല ഫിനിഷിങ് തരുന്ന രണ്ട് രീതികളാണ്. അപ്പോൾ നിങ്ങളത് രണ്ട് മെത്തേഡും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതെങ്കിലും ഒരു ഇതിൽ ഏതെങ്കിലും ഒരു ഡ്രസ്സിൽ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് റെഡിയായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ, ഈ ടിപ്സിൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.